ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുടി കളർ ചെയ്തതിൻ്റെ അപാരത ഈ കാണുന്നു കേട്ടോ. എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു 3-4 ദിവസം അതിൻ്റെ പിറകെ ഇങ്ങനെ നടക്കും. പിന്നെ അതിൻ്റെ ചൂടങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനെ ശ്രദ്ധിക്കത്ത് പോലും ഇല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അവിടെ ചെന്ന് ഒറ്റ മൈൻഡ് ചെയ്ത കാര്യം കേട്ടോ ഇതെല്ലാം. എന്നാ ചെയ്യാനാ, ഇങ്ങനെയൊക്കെ ആയിപ്പോയി. എന്നാ ചോദിച്ചാൽ ഏസ് പറയുന്ന ഒരാളും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പിന്നെ അങ്ങനെ നടന്നു പോകുന്നു. എല്ലാവരും വിചാരിക്കും മുടി വെട്ടിയതിൻ്റെ ഒരു ഷോ എവിടെ കിടന്ന് കാണിക്കുന്നതെന്ന്. അതൊന്നും അല്ല കേട്ടോ, ഞാൻ എൻ്റെ വെട്ടി കുളിപ്പിക്കാൻ വേണ്ടി പോവാം. അവിടുന്ന് മുടി വെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ വെട്ടിക്കോളാനും പറഞ്ഞു. ഇത്ര വെട്ടിപ്പോന്ന് ഞാനും ചിന്തിച്ചില്ല. എന്തായാലും എൻ്റെ മുടി വെട്ടിയതല്ലേ, ഇവിളെ കൊണ്ട് മൊത്തം മുടി വെട്ടിച്ചേക്കാൻ എനിക്കൊരു കൂട്ടാകുമല്ലോ. നമ്മൾ 2 മണിക്കായിരുന്നു ബുക്ക് ചെയ്തത്, പോയതോ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും. അങ്ങനെ അവനെ എല്ലാം കൊണ്ട് വിട്ട് കഴിഞ്ഞ് നേരെ വന്നൊരു അവിൽ മിൽക്ക് കഴിച്ചു. മഴ പെയ്തിട്ടും ചൂടിനൊരു കുറവും ഇല്ല. കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോന്നു. വൈകിട്ട് ഇച്ച വന്നപ്പോൾ അവനെ കൂട്ടാൻ വേണ്ടി പോയി കേട്ടോ. ആണ്ട് എനിക്ക് കണ്ടപ്പോൾ എന്തൊക്കെയോ ആയി. എന്തോ ഒരു കുഞ്ഞ് ആട്ടുംകുട്ടീനെ പോലെ ആയി കഴിഞ്ഞു. ഇപ്പം തന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ ചിരിയും സങ്കടം ഒക്കെ വന്നു. പാവം, ഞാൻ വന്നപ്പോൾ തൊട്ട് ഇവളുടെ മുഖവേ കണ്ടിട്ടില്ല. ഇപ്പം കണ്ടപ്പോൾ നല്ല സുന്ദരിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നേരത്തെ ഭയങ്കര പൂടെയൊക്കെ വെച്ചിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് കാണാനേ ഇഷ്ടമില്ലായിരുന്നു. എൻ്റെ അടുത്ത് വരുമ്പോഴേ എനിക്ക് ദേഷ്യം വരും, കാരണം എനിക്കെന്തോ അലർജി പോലെയൊക്കെയാണ്. ഇപ്പം കാണാൻ നല്ല രസമില്ലേ. അങ്ങനെ വെള്ളം കുടിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇച്ചിയുടെ ഒരു ഫോട്ടോ എടുത്തു തരാൻ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ആറ്റിറ്റ്യൂഡ് ഇടാൻ പറഞ്ഞപ്പോൾ ഉള്ള ഭാവം കേട്ടോ ഇതൊക്കെ. എന്നെ ദേഷ്യം പിടിപ്പിക്കാനുള്ള ഓരോ കോപ്രായം കാട്ടല്ല ഇതൊക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.